അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇസ്രായിലെ 54-55 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. സത്യവിശ്വാസികൾ പ്രതീക്ഷയോടെ പലരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ചിലരെക്കുറിച്ച് അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് സത്യവിശ്വാസികൾ ഒട്ടും പ്രതീക്ഷിക്കുകയുമില്ല. ഏതായാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മനുഷ്യരെ പ്രബോധനം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് സത്യവിശ്വാസികൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നത് മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു പരിമിതിയാണ്. മനുഷ്യൻ്റെ അറിവ് പരിമിതമാണ്. ഒരാളുടെ ഭാവി എന്താകുമെന്ന് മനുഷ്യന് അറിയാൻ കഴിയില്ല. അള്ളാഹുവിനാണ് അത്തരം അറിവുകളൊക്കെ ഉള്ളത്. ആളുകളുടെ അവസ്ഥയും ഭാവിയുമൊക്കെ അള്ളാഹുവിനാണ് അറിയുക എന്നതുകൊണ്ട് ഒരാൾ ഭാവിയിൽ നേർമാർഗത്തിലാവുമോ ദുർമാർഗത്തിലാവുമോ എന്നൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആരാണ് സ്വർഗത്തിലെത്തുക, ആരാണ് നരകത്തിലേക്കാവുക എന്നൊന്നും മനുഷ്യന് തീരുമാനം പറയാൻ കഴിയില്ല. അതിനുള്ള അറിവുമില്ല, അതിനുള്ള അധികാരവും മനുഷ്യനില്ല. റബ്ബുക്കും ആലമു ബിക്കും, നിങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് തുടങ്ങി മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. അതിനനുസരിച്ച് ഈ യശ യർഹംക്കും, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഔ ഈ യശ യുഅദ്ദിബുക്കും, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ സൂക്ഷ്മവും വിശാലവുമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ആ അറിവിനനുസരിച്ച് ഓരോരുത്തരും അർഹിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകുമെന്നുമാണ് ഇതിൻ്റെ ആശയം. അള്ളാഹുവിൻ്റെ മശീഅത്തിനെ കുറിച്ച് വിവരിച്ചപ്പോൾ ഇതിനു മുമ്പ് വിശദമായി ഇക്കാര്യം നാം വിവരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരാൾ നേർമാർഗത്തിലാവുന്നതും സ്വർഗത്തിൽ പോകുന്നതും ഒരാൾ ദുർമാർഗത്തിലാകപ്പെട്ട് നരകത്തിലേക്ക് എത്തുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ വേണ്ടുക കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരാവട്ടെ സത്യവിശ്വാസികളാവട്ടെ ആരായാലും അവർ മനുഷ്യർക്കിടയിൽ ഇത്ര ശതമാനം ആളുകളെ നേർമാർഗത്തിലാക്കി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ ഇന്ന ആളുകളെയൊക്കെ പ്രബോധനം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം എന്നൊന്നും ടാർജറ്റ് കൊടുത്തുകൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരല്ല. അവർക്ക് സ്വയം ഉത്തരവാദിത്തമില്ല, അള്ളാഹു അവരെ അതേൽപ്പിച്ചിട്ടുമില്ല എന്നാണ് 54-ാമത്തെ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഒമാ അർസൽനാക അലൈഹിം വക്കീല, അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനായി നബിയെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല. ജനങ്ങളിൽ ആരൊക്കെ വിശ്വസിക്കണം, ആരൊക്കെ നിഷേധികളാവണം എന്നതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടല്ല പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്മാരുടെയും മറ്റു ഇസ്ലാമിക പ്രവർത്തകരുടെയും പണി. ജനങ്ങൾക്ക് ഹിദായത്ത് നൽകണോ വേണ്ടയോ എന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഹിതത്തിനും അറിവിനും ഉദ്ദേശത്തിനും അനുസരിച്ചാണ് സംഭവിക്കുക. തുടർന്ന് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ജനങ്ങൾക്കിടയിൽ ശ്രേഷ്ഠതയിലും മറ്റുമുള്ള ഏറ്റ വ്യത്യാസങ്ങൾ അള്ളാഹുവിൻ്റെ അറിവിനും ഉദ്ദേശത്തിനും അനുസരിച്ചായിരിക്കും എന്നാണ്. വറബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവരെ കുറിച്ചൊക്കെയും അള്ളാഹു നന്നായി അറിയുന്നവനാണ്. വറബ്ബുക അഅലമു, താങ്കളുടെ റബ്ബ് നന്നായി അറിയുന്നു, ബിമൻ ഉള്ളവരെ കുറിച്ച്, ഫിസ് സമാവാതി വൽ അർദി ആകാശങ്ങളിലും ഭൂമിയിലും. ആ അറിവിനനുസരിച്ചാണ് ആളുകളുടെ ജീവിതം അള്ളാഹു കണക്കാക്കുന്നത്. നല്ലവരും ഉയർന്ന പദവിക്കർഹരുമായവർ ഇന്ന ആളുകളാണെന്ന് മനുഷ്യർക്ക് കണക്കാക്കാനും തീരുമാനിക്കാനും കഴിയില്ല. അതിനുള്ള അറിവും അധികാരവും മനുഷ്യർക്ക് ലഭിച്ചിട്ടില്ല. തങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ചില നല്ല മനുഷ്യരെക്കുറിച്ച് ആളുകൾ ശ്രേഷ്ഠത പറഞ്ഞ് പിൽക്കാലത്ത് വരുന്ന തലമുറ അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. ക്രമേണ അവരെ ദൈവങ്ങളായി സങ്കല്പിച്ച് ആരാധിക്കുന്ന അവസ്ഥ വരെ എത്തുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിൽ മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതിയാണത്. അള്ളാഹുവിൻ്റെ അറിവിനും യുക്തിക്കുമനുസരിച്ചാണ് ആളുകൾക്കിടയിൽ ശ്രേഷ്ഠതയിൽ ഏറ്റക്കുറവുകൾ കാണുന്നത്. ജനങ്ങൾ കരുതുന്ന പോലെ സമൂഹത്തിലെ സ്ഥാനവും പണവും അധികാരവുമൊന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠതക്കുള്ള മാനദണ്ഡം. വലഖദ് ഫളൽനാ ബഅദൻ നബിയ്യിന അലാ ബഅലിൻ,
ചില പ്രവാചകന്മാരെ നാം മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠരാക്കി. ചില പ്രവാചകന്മാരുടെ പദവികൾ മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. ഉദാഹരണത്തിന് അന്ത്യപ്രവാചകനും സൃഷ്ടികളിൽ ഉത്തമനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പദവി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നോഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി എന്നീ പ്രവാചകന്മാരെ ഉലുൽ അസ്മായി ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ചു. ചിലരെ പുതിയ വേദങ്ങളും ശരീഅത്തും നൽകി നിയോഗിച്ചപ്പോൾ മറ്റു ചിലർ അത്തരം വേദങ്ങളുടെയും ശരീഅത്തിൻ്റെയും തുടർ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. ഇവരെയൊക്കെ അള്ളാഹു ഇങ്ങനെ ശ്രേഷ്ഠരാക്കിയത് മനുഷ്യർ കരുതുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല. വാതൈന ദാവൂദ സബൂറ, നാം ദാവൂദിന് സബൂർ എന്ന വേദം നൽകി. സബൂർ എന്നത് മറ്റു വേദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പദ്യരൂപത്തിലുള്ള സ്തുതി കീർത്തനങ്ങളായിരുന്നു. മറ്റൊരു പ്രവാചകനും അങ്ങനെ നൽകപ്പെട്ടതായി അറിവില്ല. ബൈബിൾ പഴയ നിയമത്തിലുള്ള സങ്കീർത്തനങ്ങൾ സബൂറിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടതാണെങ്കിലും ദാവൂദ് നബി ഇസ്രായേല്യനായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ഇസ്രായേല്യരുടെ പ്രവാചകനാക്കി. അദ്ദേഹത്തിന് കായിക ശക്തിയും രാജാധികാരവും അള്ളാഹു നൽകി. ഇസ്രായേല്യർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. സ്ഥാനവും കുലവും പദവിയും പണവുമൊന്നുമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഇസ്രായേല്യർ മടി കാണിച്ചിരുന്നത് പോലെ മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വത്തിന് അർഹതയില്ലെന്നും അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായവർ മക്കയിലും തായിഫിലുമൊക്കെ ഉണ്ടെന്നും വാദിച്ചിരുന്നു. അള്ളാഹുവാണ് ശ്രേഷ്ഠതകൾ അറിഞ്ഞു നൽകുന്നവൻ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.